രാജ്യത്തെ സാധാരണക്കാരുടെ കുടുംബ ബജറ്റെല്ലാം താളം തെറ്റുകയാണ്. പാചകവാതക വിലയിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ സ്വർണം പോലെ വെറും ദിവസങ്ങളിലും ഇതും തൊട്ടാൽ പൊള്ളും. 2026 മാർച്ച് 7 മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ ഗാർഹിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടറുകൾക്കും വാണിജ്യ സിലിണ്ടറുകൾക്കും വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവിലയിലുണ്ടായ മാറ്റങ്ങളും പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയുമാണ് ഈ വിലക്കയറ്റത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പുതിയ തീരുമാനപ്രകാരം 14.2 കിലോഗ്രാം ഭാരമുള്ള ഗാർഹിക സിലിണ്ടറിന് ഒറ്റയടിക്ക് 60 രൂപയാണ് കൂട്ടിയത്. ഏകദേശം 11 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ ഇത്രയും വലിയ മാറ്റം വരുന്നത്. ഇതിനു പുറമെ ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഉപയോഗിക്കുന്ന 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറുകൾക്ക് 115 രൂപയും വർദ്ധിപ്പിച്ചു. വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ ഈ മാസം ആദ്യം തന്നെ ചെറിയ വർധനവ് ഉണ്ടായതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും വില കൂട്ടിയിരിക്കുന്നത്. കേരളത്തിൽ ഗാർഹിക സിലിണ്ടറിന് നിലവിൽ ഏകദേശം 862 മുതൽ 865 രൂപയായിരുന്നു നിരക്ക്. പുതിയ 60 രൂപയുടെ വർധനവ് കൂടി നിലവിൽ വരുന്നതോടെ ഉപഭോക്താക്കൾ ഒരു ഗാർഹിക സിലിണ്ടറിന് ഏകദേശം 922 രൂപ മുതൽ 925 രൂപ വരെ നൽകേണ്ടി വരും. അതുപോലെ വാണിജ്യ സിലിണ്ടറുകളുടെ വില 115 രൂപ വർദ്ധിച്ചതോടെ ചെറുകിട വ്യാപാരികൾക്കും ഹോട്ടൽ ഉടമകൾക്കും ഇത് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറും. പ്രാദേശിക നികുതികളിലെ വ്യത്യാസം അനുസരിച്ച് വിവിധ നഗരങ്ങളിൽ വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം. പുതുക്കിയ നിരക്കുകൾ പ്രകാരം ഡൽഹിയിൽ ഗാർഹിക സിലിണ്ടറിന്റെ വില 853 രൂപയിൽ നിന്ന് 913 രൂപയായി ഉയർന്നു. മുംബൈയിൽ 912.5 രൂപയും കൊൽക്കത്തയിൽ 930 രൂപയും ചെന്നൈയിൽ 928.5 രൂപയുമാണ് പുതിയ നിരക്ക്. റംസാൻ, വിഷു തുടങ്ങിയ ഉത്സവ സീസണുകൾ അടുത്തിരിക്കെ പാചകവാതക വില വർദ്ധിപ്പിച്ചത് സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിക്കുന്നത് ഹോട്ടലുകളിലെ ഭക്ഷണ സാധനങ്ങളുടെ വില കൂടുന്നതിനും കാരണമാകും. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് നൽകുന്ന സബ്സിഡി ആനുകൂല്യങ്ങൾ മാറ്റമില്ലാതെ തുടരുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിലെ അസ്ഥിരത തുടരുന്ന സാഹചര്യത്തിൽ വരും മാസങ്ങളിലും ഇന്ധനവിലയിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വർധനവ് വന്നിരുന്നു. 11% വരെ വില ഉയർന്നിട്ടുണ്ട്. ബാരലിന് $89.62 എന്ന നിലയിലാണ് ഇപ്പോഴുള്ള വില. രാജ്യത്ത് എണ്ണവില വൻതോതിൽ ഉയരുമോ എന്ന ആശങ്കയിലാണ് ഉപഭോക്താക്കൾ ഉള്ളത്. ഇന്ത്യയിലെ LPG ഉൽപാദനം രാജ്യത്ത് ആവശ്യത്തിന് തികയുന്ന അളവിലല്ല. മൊത്തം ആവശ്യത്തിൽ 60% ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് LPG ഇറക്കുമതി ചെയ്യുന്നത്. സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ ഇറക്കുമതി. US-ൽ നിന്നുള്ള ഇറക്കുമതി കൂട്ടാനുള്ള നീക്കങ്ങളും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. എന്നാൽ US-ൽ നിന്നുള്ള LPG ഇന്ത്യൻ വീടുകളിൽ അതേപടി ഉപയോഗിക്കാൻ കഴിയില്ല. പ്രൊപ്പൈൻ കണ്ടന്റ് കൂടുതലുള്ള US LPGക്ക് കൂടുതൽ കട്ടിയുള്ള സിലിണ്ടറുകൾ ആവശ്യമാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇനിയുമേറെ കൂട്ടേണ്ടതുണ്ട്. ഇക്കാരണത്താൽ മധ്യേഷ്യൻ LPGയുമായി കലർത്തിയാണ് US LPG ഇന്ത്യയിൽ വിതരണം ചെയ്യുന്നത്. 2025 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്ത LPGയുടെ അളവ് 20.67 ദശലക്ഷം ടൺ ആണ്. $10.4 ബില്യൺ ഇറക്കുമതി. മധ്യേഷ്യയിൽ നിന്നാണ് ഈ ഇറക്കുമതിയുടെ 90% വരുന്നത്. US ഇറാൻ സംഘർഷം തുടങ്ങിയതോടെ ഇറാൻ ചെയ്ത ആദ്യ നടപടികളിലൊന്ന് ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയായിരുന്നു. ഇന്ത്യയുടെ നിരവധി കപ്പലുകൾ കടലിടുക്ക് പിന്നിടാനാകാതെ കഴിയുകയാണ്. അനുവാദമില്ലാതെ കടക്കാൻ ശ്രമിച്ചാൽ കപ്പലിന് തീയിടുമെന്നാണ് ഭീഷണി. കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനയുടെ കപ്പലുകൾക്ക് മാത്രമാണ് ഈ കടൽ കടക്കാൻ അനുമതി ലഭിച്ചത്. സംഘർഷം ഇനിയും ദിവസങ്ങളോളം തുടരുമെന്നാണ് വിവരം. അങ്ങനെ വന്നാൽ ഇന്ത്യൻ അടുക്കളകൾ പ്രതിസന്ധിയിലാകും. ഗ്രാമമേഖലകൾ വിറകടുപ്പുകളെ കൂടുതൽ ആശ്രയിക്കും. അതേസമയം നഗരമേഖലകളിൽ ഫ്ളാറ്റുകളിലും മറ്റും താമസിക്കുന്നവർ കൂടുതൽ പ്രതിസന്ധിയിലാകും. എണ്ണയുടെ കാര്യത്തിലും ഇന്ത്യ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. നിലവിൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ US-ൽ നിന്ന് കേന്ദ്ര സർക്കാരിന് ലഭിച്ച അനുമതി മാത്രമാണ് ഏക ആശ്വാസം.